വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുക്ക് വിത്ത് ഫണ്ണിന്റെ എപ്പിസോഡ് 1 ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ എര എന്ന് പറയുന്നത് ചിക്കൻ ഗൈസ്. ചിക്കൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ വെച്ചാണ് പരിപാടി. അപ്പോൾ ചിക്കൻ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം. വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ലെഗ് പീസാണ് ഗൈസ്. ഞാൻ അതൊന്ന് വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം. അതിനു വേണ്ടി നമുക്ക് വേണ്ടത് കാശ്മീരി ഉണ്ടെങ്കിൽ കാശ്മീരി, അല്ലെങ്കിൽ മുളക് പൊടിയാണ്. ഞാനിന്ന് ഇപ്പോൾ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇടാം. അപ്പം ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. കാശ്മീരി ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്ന് പറയണത് മുളക് പൊടിയാണ്. മഞ്ഞപ്പൊടി എന്നാണ് തോന്നുന്നത്. മഞ്ഞപ്പൊടിയാണ് നല്ല കളറിലേക്കുണ്ട്. അപ്പൊ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനത് കൈക്ക് സ്പൂൺ കൊണ്ടാണ് കഴിക്കുന്നതാണ്. അപ്പൊ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കഴിച്ചാണെങ്കിൽ ഗരം മസാല ഇടണമെങ്കിൽ ഗരം മസാല ഇടാം. ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല കുറച്ച്, പിന്നെ കുരുമുളക് പൊടി ഗൈസ്. അപ്പം കുരുമുളക് പൊടി ഒരു 1/2 സ്പൂൺ കുഞ്ഞി സ്പൂണിലാണ് എടുത്തേക്കണത്. അത് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൺഫ്ലവർ ആണ് ഞാൻ ഇട്ട് കൊടുക്കണേ. കോൺഫ്ലവർ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയാണ് ഞാൻ കോൺഫ്ലവർ ഇടുന്നത്. ഒരു സ്പൂണാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കണം. കുറച്ച് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് തൈര് ഉണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തൈര് ഇല്ലെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് തൈര് എടുത്തിട്ട് വരാം. അപ്പൊ ഗൈസ് നമ്മൾ അപ്പം നാരങ്ങയും ഇല്ല തൈരും ഇല്ല. അപ്പം നമ്മൾ ചോറുക്കയാണ് വെക്കണേ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേ? പിന്നെ ചോറുക്കാന്നും പറയും, ഇവിടെ വിനേഗർ എന്ന് പറയാം. അപ്പം നമുക്ക് വിനേഗർ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ്, ഒരു മൂടിയാണ് ഇട്ട് കൊടുക്കണേ. അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കണത്. അപ്പം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ മുട്ട തന്നെയാണ് കേട്ടോ. കോഴി ഇട്ടതാണ്. അപ്പോൾ ഒരു മുട്ട. അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സി വെൽ. നിങ്ങൾക്കാണെങ്കിൽ മൈദപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം.
ഇല്ലെങ്കിൽ മൈദപ്പൊടിക്ക് പകരം കോൺഫ്ലവർ ആയാലും ചേർത്താൽ മതി. ഉള്ളിൽ കുറച്ച് നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പിയിലും ഉണ്ട്. ഞാനിപ്പോൾ ആക്കണം. നല്ലോണം മസാല ഒക്കെ വരട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ മസാല വരട്ടിയ ചിക്കൻ. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്ന് 2-3 മിനിറ്റ് റെസ്റ്റ് വെക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ ചൂടായപ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിലാണ് ചേർക്കാൻ പോകുന്നത്. നമ്മുടെ പറ്റിയിൽ വെളിച്ചെണ്ണ എന്ന് പറയും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇത് വയ്ക്കാം, എന്നിട്ട് ചിക്കൻ വെക്കാം. അപ്പോൾ പാനൊന്ന് നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കഴിക്കാൻ വയ്ക്കാമെന്ന് തോന്നുന്നു. കുറച്ചുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി വെച്ച് വെക്കാം. പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ നടക്കാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ്. സൂക്ഷിക്കുക. അപ്പോൾ തീയിൽ കളിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പം ഞാൻ സൂക്ഷിച്ചുകൊണ്ടാണ് ചെയ്യണത്. ഇട്ടു ഗൈസ്. അടുത്തത് ഇടാം. ലെഗ് പീസ് 2 ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഈ ഒരു ചിക്കൻ കൊടുക്കാം. 2 പീസ് ഞാനൊരു 4 കൊടുത്തേക്കണേ. നല്ലതായിട്ട് വേണം. ഒരു കുഞ്ഞു പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ആവട്ടെ കഴിച്ച്. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അതിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാൻ പറയാം. അപ്പം അതൊന്ന് കുക്കാവട്ടെ. അപ്പോൾ ഗായ്സ്, നമ്മളുടെ ചിക്കൻ മറിച്ചിടാൻ നമുക്ക് ഒരു ഭാഗം ആയിട്ട് നമുക്ക് തോന്നണം. അപ്പം നമുക്ക് തുറന്നിട്ട് മറിച്ചിടാം. സ്പൂൺ കൂടി ആവശ്യമില്ല. അപ്പം സ്പൂൺ കൂടി എടുക്കാം. അപ്പം നമുക്ക് മറിച്ചിടാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇനി അതൊന്ന് 5 മിനിറ്റോ 10 മിനിറ്റ് വെക്കാം. അടച്ച് മൂടി വെക്കാം ഗൈസ്. അപ്പം അതൊന്നായിട്ട് ഞാൻ കഴിച്ചുതരാം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ സ്മോക്കൊക്കെ വരുന്നുണ്ട്. നമുക്കപ്പോൾ കുറച്ചിടാം. സ്മോക്കൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് ചിക്കൻ നല്ലോണം ഫ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി മറിച്ചിടാം. നല്ല സ്മോക്കൊക്കെ വന്ന് ക്രിസ്പി ആയി ഗൈസ് നല്ലോണം. നമുക്ക് സെർവ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളതൊന്ന് എടുത്ത് മാറ്റി. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത ബാച്ച് ഇടാം. അടുത്ത ബാച്ചിൽ കുറച്ച് അധികം കൂട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കരളെന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. ആ സാധനം ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്നും കൂടി വറക്കാം.
വായി വരട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കഴിച്ച് നോക്കാം. ദാ ചിക്കൻ ഗൈസ് കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. മസ്റ്റ് ട്രൈ ആണ്. കുക്ക് വിത്ത് ഫൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് പോലെയാണല്ലോ, പക്ഷെ അടിപൊളിയാണ്. കയ്യിൽ നിന്ന് പോകണം, ചൂടുണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ ബൈ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ ബൈ.